അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂറത്തുൽ ഫലഖിനെ കുറിച്ചാണ് പഠിച്ചത്. സൂറത്തുൽ ഫലഖിൽ 4 കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത്. അത് ദുനിയവിയായ 4 കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം പറഞ്ഞ് നമ്മൾ കാവലിനെ ചോദിക്കുന്നത്. പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന വിശേഷണം പറഞ്ഞ് 4 ഷറിൽ നിന്നാണ് നമ്മൾ കാവലിനെ ചോദിക്കുന്നത്. അത് ദുനിയവിയായ 4 കാര്യങ്ങളാണ് വരുന്നത്. സിഹർ വരുന്നുണ്ട്, പിന്നെ അസൂയക്കാരൻ്റെ അസൂയെ തൊട്ട് വരുന്നുണ്ട്, പിന്നെ രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള. ഇത് 4 ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് സൂറത്തുൻ നാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സൂറത്തുൻ നാസിൽ അള്ളാഹുവിൻ്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാവലിനെ ചോദിക്കുന്നത്. അത് ദുനിയവിയായതല്ല, ആഖിറത്തിലേക്കുള്ളതാണ്. വസ്വാസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൻ നാസിനെ കുറിച്ച് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മലിക്കിന്നാസ്. മനുഷ്യരുടെ രാജാതിരാജനായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇലാഹിന്നാസ്. മനുഷ്യരുടെ ഇലാഹായ ആരാധ്യനായ റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദുർബോധനവും ദുഷിച്ച വിചാരങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന പിശാചിൻ്റെ വസ്വാസിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ജിന്നുകളിൽ നിന്ന് മാത്രമല്ല, മനുഷ്യരിൽ നിന്നുമുള്ള പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് തന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് ഹറാമാണ് നമുക്ക് ചെയ്യാൻ ഭയമുള്ള പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കള്ളുകുടി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് ഹറാമാണ് എന്ന് മാറ്റി നിർത്തിയ സമയത്ത് ഇന്ന് ഈ ഒരു കാലഘട്ടത്ത് അവർ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കെന്താ ചെയ്താൽ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഹരിക്ക് അടിമയായിട്ടുള്ളത് മുസ്ലിംസാണ്. എവിടെ കേട്ടാലും പേര് കേൾക്കുന്നത് മുസ്ലിംസ് തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പലിശയുടെ കേസാണെങ്കിലും സിനയുടെ കേസാണെങ്കിലും, ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ തലയിൽ തട്ടമിടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം എന്താ കാണിക്കുന്നത്, മുമ്പുള്ളതും ഇപ്പോൾ, അതായത് മുമ്പ് ചീത്തയായ കാര്യം ഇപ്പം നമുക്ക് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നു. ഇപ്പോൾ തിയേറ്ററിൽ പോകുന്നതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും സർവ്വസാധാരണമായി നടക്കുന്ന കേസ്, ഫാമിലി ആയിട്ട് പോകുന്നത് പോലും ഇപ്പോൾ ഹലാൽ എന്ന രീതിയിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും ഈ ഖുർആനിൻ്റെ ഈ ഒരു സൂറത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട സൂറത്താണ്. കാരണം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന 2 സൂറത്തുകളും, ഈ മുഅവ്വിദത്തൈൻ സൂറത്തിലെ 2ഉം നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പല ചീത്ത കാര്യങ്ങളും, ഇപ്പോൾ നല്ല കാര്യങ്ങൾ കുറേ ഇല്ലാണ്ടായിപ്പോയി. ഇവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കെന്തേ ചെയ്താൽ എന്ന രീതിയിലേക്ക് മുസ്ലിംസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം പിശാചിൻ്റെ, അതല്ലെങ്കിൽ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുള്ള പിശാചിൻ്റെ പ്രവർത്തനം എത്രത്തോളം കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൻ നാസിനെ കുറിച്ച് പഠിച്ചു. ഇനി സൂറത്തുൽ ലഹബാണ്. സൂറത്തുൽ ലഹബ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ സൂറത്തുൽ ലഹബ് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും.